അഗ്നി-V ഭൂഖണ്ഡാന്തര മിസൈൽ വികസിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിക്കൊണ്ട് അവർ മലയാളികൾക്കാകെ അഭിമാനമായിട്ടുണ്ട്. ശ്രീമതി ടെസി തോമസിന് ഈ പുരസ്കാരം നൽകുന്നതിനുള്ള സന്തോഷം പങ്കുവെക്കട്ടെ. ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് ISRO ചെയർമാൻ ശ്രീ വി നാരായണനാണ്. ISRO ചെയർമാൻ എന്ന നിലക്ക് ബഹിരാകാശ ഗവേഷണ രംഗത്ത് സംഭാവനകൾ നൽകുന്നതോടൊപ്പം ശാസ്ത്രത്തെ ജനകീയവൽക്കരിക്കുന്നതിലും ഉൽപ്പാദനോന്മുഖമാക്കുന്നതിലും താൽപ്പര്യത്തോടെ ഇടപെടുന്ന വ്യക്തിത്വമാണ് ശ്രീ വി നാരായണൻ. കേരളത്തിലെ സ്പേസ് പാർക്ക് യാഥാർത്ഥ്യമാക്കുന്നതിൽ അദ്ദേഹം അടക്കമുള്ളവർ നൽകിയ പിന്തുണക്ക് കേരള ജനതയുടെ നന്ദി അറിയിക്കട്ടെ. ഈ വർഷത്തെ സയൻസ് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖമായ വ്യക്തിത്വം അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം നേടിയ പ്രൊഫസർ പി ബൽറാമാണ്. അദ്ദേഹത്തിൻ്റെ അക്കാദമിക് സംഭാവനകളും നേതൃത്വവും ഈ കോൺഗ്രസ്സിന് ഒരു മുതൽക്കൂട്ടാവുക തന്നെ ചെയ്യും. ഈ കോൺഗ്രസ്സിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ശാസ്ത്രജ്ഞരും സ്ഥാപന പ്രതിനിധികളും ഗവേഷകരും അധ്യാപകരും വിദ്യാർത്ഥികളും വ്യവസായ വിദഗ്ധരുമടക്കം 2000-ഓളം പ്രതിനിധികൾ സന്നിഹിതരാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സയൻസ് എക്സിബിഷനും ശാസ്ത്ര കോൺഗ്രസിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ രാജ്യത്തെ മുൻനിര സ്ഥാപനങ്ങളുടെ ഗവേഷണങ്ങളും കണ്ടെത്തലുകളും അടക്കമുള്ള ശാസ്ത്ര നേട്ടങ്ങൾ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാക്കാനും പ്രയോജനപ്പെടുത്താനും സാധിക്കുന്ന വേദിയായാണ് സയൻസ് എക്സിബിഷൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. 13 വിഷയമേഖലകളിലായുള്ള സാങ്കേതിക സെഷനുകൾ സയൻസ് കോൺഗ്രസിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ഈ സയൻസ് കോൺഗ്രസ്സിന് മുന്നോടിയായി സ്കൂളുകളിൽ ശാസ്ത്ര ബോധവൽക്കരണ ക്യാമ്പയിനുകൾ നടന്നു. വിദ്യാർത്ഥികളുമായി നേരിട്ടുള്ള സംവാദങ്ങൾ സംഘടിപ്പിച്ചു. മഹാനായ ശാസ്ത്രജ്ഞരുടെ സ്മരണാർത്ഥം മെമ്മോറിയൽ ലെക്ചർ പരമ്പരകൾ നടത്തി. ശാസ്ത്ര പ്രദർശനങ്ങളിലൂടെ അറിവ് പൊതുസമൂഹത്തിലേക്ക് എത്തിച്ചു. അങ്ങനെ വിപുലമായ തയ്യാറെടുപ്പോടുകൂടിയാണ് ഈ ശാസ്ത്ര കോൺഗ്രസ്സിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. കേരളത്തിൻ്റെ ശാസ്ത്ര ചരിത്രത്തിലും സാമൂഹ്യ പുരോഗതിയിലും നിർണായക പങ്കുവഹിച്ചിട്ടുള്ള പരിപാടിയാണ് കേരള ശാസ്ത്ര കോൺഗ്രസ്. ഇവിടെ ഉയർന്നു വരുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്ന ആശയങ്ങൾ പല ഘട്ടങ്ങളിലും സാമൂഹ്യ വികാസത്തിനും വ്യാവസായിക മുന്നേറ്റത്തിനും കാര്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അതിനിയും തുടരണമെന്നാണ് അഭ്യർത്ഥിക്കാറുള്ളത്. ബന്ധപ്പെട്ടവർ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ക്രിയാത്മക നിർദ്ദേശങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. ആ കാര്യങ്ങളിൽ വേണ്ടത് ചെയ്യാൻ സർക്കാർ സന്നദ്ധവുമാണ്.